ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്ന ഒക്കെ സമ്മറിന് പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ്. വിസ്കോസ് റയോൺ മെറ്റീരിയൽ, കോട്ടൻ്റെ മെറ്റീരിയൽ, അങ്ങനെയൊക്കെ ആയിട്ടുള്ള 2 പീസ് ഉണ്ട്, 3 പീസ് ഉണ്ട്, സിംഗിൾ കുർത്തീസ് വരെ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആമസോണിൽ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പിക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റുക. സെയിൽ ഇതാ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്. രാത്രി 12 മണി വരെ ഉണ്ട്. അതുപോലെ പല ബ്രാൻഡ്സും അവൈലബിൾ. പല ബ്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ടോപ്പ് ബ്രാൻഡ് തൊട്ട് താഴ്ത്തിക്കുള്ള ബ്രാൻഡ് വരെ അവൈലബിൾ ആണ്. മാക്സ് ഉണ്ട്, ഇൻഡോയിലെ ബ്രാൻഡ് ഉണ്ട്, അങ്ങനെ പലതരം എല്ലാ ടോപ്പ് ബ്രാൻഡ്സ് വരെ നമുക്ക് ആമസോണിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതും ഇത്രയധികം എന്ന് വെച്ചാൽ 1500+ ബ്രാൻഡ്സ് തന്നെ ഉണ്ടെങ്കിൽ അവർക്ക് എത്ര സ്റ്റൈൽ ഡ്രസ്സസ് ഉണ്ടാവും. 3 lakh+ സ്റ്റൈൽ ഡ്രസ്സസ് വരെ നമുക്ക് ആമസോണിൽ കാണാൻ പറ്റും. പല ബ്രാൻഡ്സ്, അതും ഫാഷൻ കാറ്റഗറിയിലൊക്കെ ആണെങ്കിൽ 50 to 80% ഡിസ്കൗണ്ട് ഇതിപ്പോൾ നടക്കുന്നുണ്ട്. ഈ ഫാഷൻ കാറ്റഗറി മാത്രമല്ല കേട്ടോ, എല്ലാത്തിലും എല്ലാ കാറ്റഗറിയിലും ഇപ്പോൾ ഡിസ്കൗണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രേറ്റ് സമ്മർ സെയിൽ. അപ്പോൾ മിസ് ചെയ്യണ്ട കേട്ടോ, വേഗം. ഇനി 12 മണി വരെയുള്ളൂ. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത് എല്ലാത്തിലും 2 പീസ്, സിംഗിൾ പീസ്, 3 പീസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരു 2 പീസാണ് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത്. ഇത് കുറച്ച് റയർ ഷെയ്ഡാണ്, ഒരു ലൈറ്റ് ബ്രിക്ക് ഷെയ്ഡ് എന്നൊക്കെ പറയാം. ഇത് പിന്നെ കുറച്ച് ഡിഫറെൻറ്റ് കൂടിയാണ് ടോപ്പ് നോക്കുകയാണെങ്കിൽ. ടോപ്പ് ഒരു ലെങ്ത്ത് കൂടുതലുണ്ട് ഈ ഒരു ടോപ്പിന്. അതുപോലെ നോർമൽ സിംഗിൾ കുർത്തി തന്നെ, സ്ട്രെയിറ്റ് കുർത്തി തന്നെ, പക്ഷേ അതിന് കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ട്. അതുപോലെ യോക്കിൽ മൊത്തം മെഷീൻ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ലീവ് തന്നെയാണ് കേട്ടോ. സ്ലീവ് എന്ന് പറയുമ്പോൾ നോർമൽ സ്ലീവ് അല്ല. ഈ ഒരു പോർഷനിൽ നമുക്ക് എലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെരുവോട് കൂടിയിട്ട് കുറച്ച് ലൂസ് ടൈപ്പായിട്ടുള്ള ഒരു വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ സ്ലീവിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കാറ്റും കിട്ടും. അതുപോലെ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ വിസ്കോസ് റയോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിളാണ്. ഞാൻ മേടിച്ച സൈസ് ലാർജ്. പിന്നെ ഇറ്റാലിയ ബ്രാൻഡിൻ്റെ ആണ്, അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. ഫുൾ ലെങ്ത്താണ്. ഓവറോൾ ഇത് തന്നെയാണ്. ബാക്കിൽ നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ളത് പാൻറ്റ് നോക്കുകയാണെങ്കിൽ വേസ്റ്റ് പോർഷൻ ഫുൾ വരുന്നത് എലാസ്റ്റിക് ആണ്. ലൂസ് പാൻറ്റാണ് കേട്ടോ. ഒരു പലാസോ ടൈപ്പായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയ്ക്ക് പറ്റിയിട്ടുള്ള ടൈപ്പായിട്ടുള്ള കളക്ഷൻസാണ് പിക്കുന്നത്. നല്ല കംഫർട്ടബിളാണ്. അതുപോലെ റേറ്റ് ഈ പറഞ്ഞ 1000 ആ ഒരു റേഞ്ച്, 900-1000 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഇത് വരുന്നത്. സൈസ് ലാർജാണ്. സൈസസും അവൈലബിൾ ആണ്. കളർ ഓപ്ഷൻ ഇല്ല, ഈ ഒരു കളർ മാത്രമേ ഇതിൽ കണ്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ വരുന്ന കളക്ഷൻ എന്ന് പറയുന്നത് സിംഗിൾ ഒരു കുർത്തി, ലൈറ്റ് ഷെയ്ഡിൽ ഒരു വൈറ്റും യെല്ലോ അങ്ങനെ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. വൈറ്റ് അല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു യെല്ലോ, ഒരു ലൈം യെല്ലോ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. അതിൽ ഓറഞ്ചും അങ്ങനെ എല്ലാ തരം പ്രിൻറ്റുകളാണ് ഓവറോൾ പോയിരിക്കുന്നത്. സ്ട്രെയിറ്റ് കുർത്തിയാണ് വരുന്നത്. പിന്നെ യോക്കിൽ നമുക്ക് കോഡിങ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കോഡിങ് വർക്കാണ് ഫുൾ വന്നിരിക്കുന്നത്. മെഷീനോട് കൂടിയിട്ടുള്ള കോഡിങ് വർക്കാണ്, ഒരു ലൈറ്റ് ഗോൾഡ് ഷെയ്ഡിൽ. പിന്നെ സ്ലീവ് 3/4 ആണ്. 3/4 ആണെങ്കിലും ഇതിൻ്റെ എൻഡിലും ഒരു ലേസിൻ്റെ ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട്. ഫുൾ ഓവറോൾ ഈ ഒരു സെയിം പ്രിൻറ്റ് തന്നെയാണ് ബാക്കിലും ഫ്രണ്ടിലും വരുന്നത്. സൈസ് ഞാൻ മേടിച്ചിരിക്കുന്നത് ലാർജ് വിസ്കോസ് റയോൺ മെറ്റീരിയലാണ്. കംഫർട്ടബിൾ മെറ്റീരിയലാണ് ഭയങ്കര. പിന്നെ ഷേപ്പ് വൈസ് നോക്കുകയാണെങ്കിൽ ഇത് പെർഫെക്റ്റ് ആണ് കേട്ടോ. അങ്ങനെ ഓൾട്ടർ ചെയ്യാനൊന്നും വന്നിട്ടില്ല. റേറ്റ് എനിക്ക് ഓർമ്മയില്ല, ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതി. ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് നോക്കി പർച്ചേസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ റേറ്റും ഇപ്പോഴത്തെ കറൻറ്റ് റേറ്റ് എത്രയാണെന്ന് അറിയാനും പറ്റും. അപ്പോൾ അടുത്ത ഒരു കളക്ഷൻ നോക്കിയാലോ. അടുത്തത് സിംഗിൾ ഒരു കുർത്തി തന്നെ. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ് സ്റ്റൈലിൽ കേട്ടോ. ഇറ്റാലിയ ബ്രാൻഡിൻ്റെ തന്നെ സിംഗിൾ ഒരു സ്ട്രെയിറ്റ് കുർത്തിയാണ് വരുന്നത്. ഇത് ഫ്രണ്ട് ബാക്ക് നോക്കുമ്പോൾ ഒക്കെ ഒരുപോലെ ഇരിക്കുന്നുണ്ട്. ഒക്കെ സെയിം ഈ ഒരു പ്രിൻറ്റ് തന്നെയാണ് കേട്ടോ. ഫ്രണ്ടും ബാക്കും തന്നെ കണ്ടോ. അതുപോലെ ആ 2 സൈഡിൽ ആ ഒരു മറൂൺ കളറുടെ പട്ടി പോലെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു എല്ലായിടത്തും അതേപോലെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിന് ഫ്രണ്ട് അറിയാനായിട്ടുള്ള ഒരു ഗുണം എന്ന് പറയാനായിട്ട് ഇതിൻ്റെ 2 സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഫ്രിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഫ്രണ്ടാണെന്നറിയാം. അതുപോലെ നെക്കിലും കുറച്ച് ഒരു കീ ഹോൾ ടൈപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്ക് പോർഷനിൽ. പിന്നെ വരുന്നത്
ഇതിൻ്റെ സ്ലീവാണ് ഇതിൻ്റെ കുറച്ചുകൂടിയും പ്രത്യേകത എന്ന് പറയാനായിട്ട്. ഒരു അംബ്രേല ടൈപ്പ് സ്ലീവാണ് വന്നിരിക്കുന്നത്. ഫുൾ അംബ്രേല ടൈപ്പാണ് കേട്ടോ. അത് 2 സ്റ്റെപ്പായിട്ടാണ് വരുന്നത്. അതിൽ ടെസൽസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മേടിച്ചിരിക്കുന്ന സൈസ് ഇതിൽ ലാർജാണ്. പക്ഷേ നോർമലി ഞാൻ ലാർജ് സൈസാണ് യൂസ് ചെയ്യാറ്, ലാർജ് തന്നെയാണ് മേടിക്കാറ്. അത് പെർഫെക്റ്റ് ആവാറുണ്ട്. പക്ഷേ ഇവരുടെ ബ്രാൻഡ് ഇഡാലിയ ബ്രാൻഡിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ലാർജ് സൈസ് ആണെങ്കിൽ ഒരു സൈസ് ചെറുത് മേടിക്കേണ്ടി വരും. മീഡിയം മേടിച്ചാലാണ് ഇത് കറക്റ്റ് പെർഫെക്റ്റ്. ഓവറോൾ എനിക്ക് ഭയങ്കര ലൂസാണ്. അപ്പോൾ നമുക്കിത് ഷേപ്പ് ചെയ്യാനും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ ഇവിടെ നിന്ന് അങ്ങോട്ട് കട്ടായി പോകും. ഇവിടെ ഒരു ഫ്രിൽ വർക്കിൻ്റെ ഡിസൈനില്ലേ, ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ചേഞ്ച് ചെയ്യാണ്ട് വേറെ നിവർത്തിയൊന്നുമില്ല. പക്ഷേ മെറ്റീരിയൽ വൈസ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. റയോൺ മെറ്റീരിയലാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ മെറ്റീരിയൽ. അടുത്തത് ഒരു കോട്ടൺ. വിസ്കോസ് റയോൺ ഒന്നും വേണ്ട, നമുക്ക് കോട്ടൺ മാത്രം നോക്കി നടക്കണവരാണെങ്കിൽ സിംഗിൾ ഒരു കുർത്തി ഇതാ കോട്ടൻ്റെ ആണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫുൾ പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ നമുക്കിങ്ങനെ ഒരു പാച്ച് വർക്ക് പോലെ ലേസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഒരു ഫ്രിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടമ്മിയൊക്കെ കൂടുതലുള്ളവർക്കാണെങ്കിൽ ക്ലോത്ത് അത്യാവശ്യം ഉണ്ട്, ടമ്മി ഹൈഡ് ചെയ്ത് പൊക്കോളും. പിന്നെ 3/4 ആണ് ഇതിൻ്റെ സ്ലീവിന്. സ്ലീവിലും ഇങ്ങനെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മേടിച്ചിരിക്കുന്ന സൈസ് ഇതിൽ ലാർജാണ് കേട്ടോ. ഇത് ബ്രാൻഡ് വരുന്നത് അനുഭൂതി ബ്രാൻഡിൻ്റെ നമ്മൾ ഓൾറെഡി മേടിക്കാറുള്ളതാണ്. അനുഭൂതി ബ്രാൻഡ് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. പിന്നെ സ്ട്രെയിറ്റ് കുർത്തിയാണ്. ഓവറോൾ ബാക്ക് സ്ട്രെയിറ്റ് കുർത്തി അല്ല, എ ലൈൻ കുർത്തിയാണ് കേട്ടോ. സൈഡ് സ്ലിറ്റ് ഇല്ല കേട്ടോ ഇതിന്. അപ്പോൾ അടുത്തൊരു കളക്ഷൻ. അടുത്തത് നമുക്ക് 3 പീസ് നോക്കിയാലോ. 3 പീസ് നല്ലൊരു യെല്ലോ ഷെയ്ഡ്, നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡ്. ഇത് ബ്രൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ സീ ത്രൂ ആണ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ സ്പെഗറ്റീവ് ഇടേണ്ടി വരും. ഇതിൻ്റെ ടോപ്പ് നോക്കുകയാണെങ്കിൽ സ്ട്രേറ്റ് കുർത്തിയാണ് വരുന്നത്. ഫ്രണ്ട് പോർഷനിൽ നോക്കുകയാണെങ്കിൽ യോക്കിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന വിധത്തിലുള്ള എംബ്രോയ്ഡറി വർക്കിൻ്റെ ഫ്ലവേഴ്സും നല്ലൊരു ഡീസൻറ്റ്, നല്ലൊരു ലുക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിക്കുന്ന വിധത്തിലുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. 3/4 ആണ് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡ് സൈഡിൽ ഇങ്ങനെ പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. വിസ്കോസ് റയോൺ മെറ്റീരിയൽ തന്നെയാണ് ഇതും. പിന്നെ ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത് ഇൻഡോറ ബ്രാൻഡ്. അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. ബാക്കും ഫ്രണ്ടും നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലെയിൻ മാത്രം, ഓവറോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു യോക്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു വർക്ക് വന്നിട്ടുള്ളത്. ആ ഒരു വർക്ക് തന്നെ ഡിഫറെൻ്റ് ആണ്. ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് പാൻറ്റ് നോക്കുകയാണെങ്കിൽ വേസ്റ്റ് പോർഷനിൽ 1 സൈഡ് പ്ലെയിൻ, ബാക്ക് സൈഡിൽ നമുക്ക് എലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എൻഡ് പോർഷനിൽ ഈ കാലിൻ്റെ അവിടെ നമുക്ക് ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ പോക്കറ്റ് ഇല്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഇതിൻ്റെ ദുപ്പട്ട തന്നെയാണ്. ദുപ്പട്ട നോക്കുകയാണെങ്കിൽ ഫുൾ ഓവറോൾ നമുക്ക് ഓർഗൻസയിൽ ഡിജിറ്റൽ പ്രിൻ്റാണ് കേട്ടോ. വിഡ്ത്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഇത്രയ്ക്കാണ് വിഡ്ത്ത് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലെങ്ത്ത് അത്യാവശ്യം നല്ലൊരു ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഓർഗൻസയാണ് മെറ്റീരിയൽ, നന്നായി ഒഴുകി കിടക്കും, പിന്നെ യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. ഒരു ഡിഫറെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ ഇട്ട് വന്നപ്പോൾ ലുക്ക്. നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഇനി അടുത്തൊരു കളക്ഷൻ എന്ന് പറയാനായിട്ട് ഒരു സിംഗിൾ പീസായിട്ടുള്ള കോട്ടൻ്റെ അനാർക്കലി സ്റ്റൈലുള്ള കുർത്തി. ഇതാ ഇതിൽ നെക്ക് വന്നിരിക്കുന്നത് മാൻഡ്രിൻ നെക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പോംപോമിൻ്റെ ചെറിയ ഡീറ്റെയിലിംഗ് ഫുൾ എൻഡ് വരെ കൊടുത്തിട്ടുണ്ട്. അനാർക്കലി സ്റ്റൈലാണ്. പാനൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മുകളിൽ നിന്ന് അടി വരയ്ക്ക് ഫുൾ പാനൽ വർക്കാണ് വന്നിരിക്കുന്നത്. പ്ലെയിൻ ആണ് കേട്ടോ, വേറെ വർക്ക് പ്രിൻ്റ് ഒന്നുമില്ല. 3/4 ആണ് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇങ്ങനെ ഒരു പോംപോമിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് ബ്രാൻഡ് ഇഡാലിയ ബ്രാൻഡിൻ്റെ ലാർജാണ് കേട്ടോ സൈസ്. കോട്ടൺ മെറ്റീരിയലാണ്, കംഫർട്ടബിൾ മെറ്റീരിയലാണ്. ഇപ്പോൾ ഇത് ലാർജ് കയ്യിൻ്റെ അവിടെ ഈ ഒരു പോർഷനിൽ ഇത്തിരി ടൈറ്റ് ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് മടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേണ്ട, നിങ്ങൾക്ക് ഒരു സൈസ് അപ്പ് വേണമെന്ന് വെച്ചാൽ ലാർജിന് പകരം XL മേടിച്ചാൽ മതി കേട്ടോ. കോട്ടൺ ആണ്. ഞാനിത് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ചുക്കി ചുണിഞ്ഞിരിക്കണ കാണുമ്പോൾ തന്നെ അറിയാം. വാഷ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് കയ്യിൻ്റെ അവിടെ ടൈറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കയ്യിൻ്റെ അവിടെ ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്തത്. അപ്പോൾ ഒരു സൈസ് അപ്പ് മേടിച്ചാൽ മതി. പക്ഷേ മെറ്റീരിയൽ വൈസ് സൂപ്പറാണ്, കംഫർട്ടബിളാണ്, അനാർക്കലി സ്റ്റൈലാണ്. ഇതൊരു സിംഗിൾ കുർത്തിയാണ്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ ഒന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ പെയർ ചെയ്തിട്ടുള്ളത് ഈ ഒരു പാൻറ്റാണ് കേട്ടോ. ഇതും ആമസോണിൽ നിന്ന് മേടിച്ചത് തന്നെയാണ്. കോട്ടൻ്റെ മെറ്റീരിയലിൽ
ഒരു കോട്ടൺ സ്ലബ് എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ ഖാദി കോട്ടൺ ആ മെറ്റീരിയൽ ഒന്ന് ഇത് സൂം ചെയ്താൽ അറിയാൻ പറ്റും. കണ്ടോ, ഒരു ലൈനൊക്കെ പോയിട്ടുള്ളത്. കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലാണ് ഇത് പാൻറ്റ്, പക്ഷേ കംഫർട്ടബിൾ ആണ് അത് കേട്ടോ. കോട്ടൻ്റെ ആണ്. സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട്, 2 സൈഡും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ മേടിച്ച സൈസ് XL. പാൻറ്റൊക്കെ മേടിക്കുമ്പോൾ ഞാൻ ലാർജിന് പകരം XL മേടിക്കണേ, കാരണം നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാനും എനിക്കാനും ഒക്കെ സുഖം എന്ന് പറയുമ്പോൾ ഒരു സൈസ് കൂടുതലല്ല മേടിക്കണത്. അത് യഷ് ഗാലറി എന്നുള്ള ബ്രാൻഡിൽ നിന്നാണ് XL സൈസാണ് മേടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ, കാരണം ഇത് അത്യാവശ്യം ഒരു 1.5 കൊല്ലത്തോളമായി ഞാനിത് യൂസ് ചെയ്യുന്നു. ഇപ്പോഴും കളറൊന്നും ഒരു കുഴപ്പം വന്നിട്ടില്ല. വാഷിംഗ് മെഷീനിൽ ഇട്ട് അലക്കി അങ്ങോട്ട് പരിവാക്കിയാലും ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആമസോൺ കളക്ഷൻസ്. സെയിലുണ്ട്, മറക്കണ്ട. ലാസ്റ്റ് 12 മണി വരെ ഉണ്ട് കേട്ടോ. സമയം ഇപ്പോഴും കിടക്കുന്നുണ്ട്. അപ്പോൾ വിസ് ലിസ്റ്റിൽ ഇട്ട് വെച്ചത് നിങ്ങൾ ഇനി അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ പോയി പർച്ചേസ് ചെയ്യാൻ നോക്കിക്കോട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ്. 50 to 80% ഡിസ്കൗണ്ട് ഫാഷൻ കാറ്റഗറിയിൽ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.